മെത്തനോയ 13-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സമ്പത്ത് കൊണ്ട് സ്വർഗം നേടിയെടുക്കാം. മത്തായി 16:24 യേശു അരുളി ചെയ്തു, മാമോനെയും ദൈവത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. മാമോൻ എന്നതിനർത്ഥം സമ്പത്ത് എന്നാണ്. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറയുന്നത്? സമ്പത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവർ വിഗ്രഹാരാധകരാണ് എന്നതാണ് അതിന് കാരണം. സമ്പന്ന സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നതാണെന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. കാരണം ലൗകിക സമ്പത്ത് നേടാനായി അധ്വാനവും കഴിവുകളും ജീവിതകാലം മുഴുവനും വ്യയം ചെയ്യുന്നവർ മരണത്തോടെ സ്വാഭാവികമായി സ്വർഗം പ്രാപിക്കും എന്ന ധാരണ അയുക്തികമാണ്. ധനമോഹമാണ് എല്ലാ തിന്മയുടെയും കാരണമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ദൈവത്തോടുള്ള ഗാഢ സ്നേഹബന്ധമാണ് വിശ്വാസം എന്നതിനാൽ ധനമോഹിക്ക് സ്വാഭാവികമായും അതിനേക്കാൾ കൂടുതൽ താല്പര്യം സമ്പത്ത് കുന്നുകൂട്ടുന്നതിലായിരിക്കും. അതിനാൽ വിശ്വാസ കാര്യങ്ങളിൽ അവൻ വേണ്ടത്ര ശ്രദ്ധാലു അല്ലാതായിത്തീരും. പ്രിയരെ, സമ്പത്ത് കൊണ്ട് സ്വർഗം നേടാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമതായി, ആർഭാടങ്ങൾ ഒഴിവാക്കി അത്യാവശ്യത്തിന് മാത്രമേ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാവൂ. രണ്ടാമതായി, സുവിശേഷ പ്രചരണാർത്ഥം സമ്പത്ത് ഉദാരമായി ചെലവഴിക്കണം. മൂന്നാമതായി, ദരിദ്രർക്കും ആവശ്യങ്ങളാൽ ക്ലേശിക്കുന്നവർക്കുമായി ധനം വിതരണം ചെയ്യണം. ദൈവത്തിന് സ്തുതി.